ഹേ ഗായ്സ്, അപ്പോൾ ഇതൊരു മിനി വ്ളോഗാണ് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടുക്ക വറുക്കാൻ പോയപ്പോഴുള്ള കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. നമ്മൾ വന്നിട്ടുള്ള പ്ലേസ് എന്ന് പറയുമ്പോൾ SK ബസാറാണ് ഗൈസ്. നമ്മളവിടെയുള്ള SK ബസാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ കടുക്ക സീസണിലില്ലേ ഗൈസ്, കുറേ കടുക്കൊക്കെ ഉണ്ടാവും, കുറേ ആൾക്കാരും ഉണ്ടാവും അത് പറിക്കാനും. സാധാരണ നമ്മൾ ഗൈസ് ഈ കടുക്ക സീസണിലൊക്കെ അല്ലേ ആദ്യം എന്താ പറയുക, അങ്ങനെ ഫാമിലി എല്ലാവരും കൂടി ചേർന്നിട്ടൊക്കെയാണ് കടുക്ക പറിക്കാൻ പോകുന്നത് ഗൈസ്. നമ്മൾ വന്ന ടൈമിൽ അത്ര വെള്ളമൊന്നുമില്ല കേട്ടോ, അതിനോണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് നടക്കാനും കടുക്ക പറിക്കാനും ഒക്കെ പറ്റീനു. അല്ലെങ്കിൽ സാധാ ഒരു ടൈം കഴിഞ്ഞാൽ വെള്ളമൊക്കെ വന്ന് അങ്ങനെയൊക്കെ ആയ സീനാവും, മൊത്തത്തിൽ നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ ആവും. പക്ഷേ ഇത്തവണ നമ്മൾ കറക്റ്റ് ടൈമിനാണ് പോയത്. പക്ഷേ കുറച്ച് നേരത്തെ പോയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് പറിക്കാനുള്ള ആ ഒരു ടൈം കിട്ടിയാണ്. പക്ഷെ നമ്മൾ പോയ ടൈമിൽ കുറച്ച് ലേറ്റ് ചെയ്യും. പിന്നെ ഗൈസ് നമ്മളിങ്ങനെ നടന്ന് വരുമ്പോൾ തന്നെ കുറച്ച് ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ കടുക്കും. പിന്നെ ഉപ്പയും അനിയനും കൂടി കുറച്ച് മുമ്പോട്ട് പോയി. അപ്പോൾ അവിടെ കുറേ കടുക്കണേ, അങ്ങനെ നമ്മൾ അങ്ങോട്ട് വിളിച്ച് അങ്ങനെ നമ്മൾ അവിടെ പോയപ്പോൾ ഗൈസ് ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞാൽ അത്രയും തുരുതുരാ കുറേ കടുക്കണ്ടേനു ഗൈസ്. പക്ഷേ ഒരു മീഡിയം സൈസുള്ളതും പിന്നെ ചെറുതും അങ്ങനെയൊക്കെ ഇനും കേട്ടോ. വലിയ കടുക്കൊന്നുമില്ലേനു ഗൈസ്, മീഡിയം സൈസ് അങ്ങനെ ഇനും. ഗൈസ് അവിടെ നമ്മൾ കടുക്കെടുക്കാൻ തുടങ്ങി. പിന്നെ ഗൈസ് നമ്മൾ വിചാരിച്ച പോലെ അല്ലേനു കടുക്കൻ്റെ വലുപ്പം. കാരണം നമ്മൾ കുറച്ച് അത്യാവശ്യം വലുപ്പമൊക്കെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അതുപോലെ അല്ലായിരുന്നു. മീഡിയം സൈസും ചെറുത്തും ഞാൻ പറഞ്ഞല്ലോ. പിന്നെയാണ് ഗൈസ് കടുക്കൻ്റെ സൈസ് കണ്ടിട്ട് പറിക്കാനും തോന്നില്ല, പക്ഷേ കണ്ടിട്ട് തിരിച്ചു പോകാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മളതൊക്കെ. ഞാൻ പിന്നെ കടുക്ക എടുക്കുകയും ചെയ്യും, അതിൻ്റെ അടുക്ക് വീഡിയോ എടുക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഇതെന്ന് പറയുമ്പോൾ. അങ്ങനെ നമ്മൾ ഈ ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ കടുക്ക പറിക്കുന്ന ടൈമിൽ വെള്ളം ഇങ്ങനെ വരും ഇങ്ങോട്ട്. ആ ടൈമിൽ ഗൈസ് നമ്മളെ കവറും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കടൽ അതും കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന ഒരു കത്തിയും കടലും കൊണ്ടുപോയി. അതായത് എൻ്റെ അനിയനെ കടുക്ക എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ കടൽ വന്നപ്പോൾ അവൻ ശ്രദ്ധിച്ചില്ല, കത്തീനെയും കൊണ്ട് കടലിൽ പോയി. അങ്ങനെ നമ്മളൊരു കത്തി ഗൈസ് നഷ്ടമായി. സാരില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പറയുകയാണെങ്കിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ ചൂണ്ടിടുന്ന കുറേ ആൾക്കാരുണ്ടേനു, പിന്നെ ഞെണ്ടിനെ പിടിക്കാൻ ആൾക്കാരുണ്ടേനു, പിന്നെ കടുക്ക പറിക്കാൻ തന്നെ ആൾക്കാരുണ്ടേനു. അങ്ങനെ ആൾക്കാർ ഒരു ഇതുണ്ടായിരുന്നു ഗൈസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇത്രയാണ് ഗൈസ് നമ്മൾ ശേഖരിച്ച കടുക്ക. അങ്ങനെ ഗൈസ് നമ്മൾ തിരിച്ചു പോകുന്ന ഇടയിൽ ഗൈസ് ഇപ്പം എൻ്റെ ചെരുപ്പ് വെള്ളത്തിൽ വീണു. പിന്നെ ഗൈസ് നമ്മൾ നിൽക്കുന്ന അവിടേക്കല്ല ചെരുപ്പ് വരുന്നത്, വെള്ളം വരുന്നതിനനുസരിച്ച് അപ്പുറത്തെ ഡയറക്ഷനിലേക്കാണ് ചെരുപ്പ് ഇങ്ങനെ പോകുന്നത്. ലാസ്റ്റ് ഇപ്പോൾ എന്തായാലും ചെരുപ്പ് എടുത്തിട്ടേ വരുള്ളൂ എന്നുള്ള ആ ഒരു വാശി ഉണ്ടായിരുന്നു. കാരണം ചെരുപ്പില്ലാണ്ട് അവിടെ അതിലൂടെ നടക്കാൻ പറ്റില്ല, കാരണം കാലം നല്ല പണിയാവും. കുറച്ച് നേരം നമ്മളെ കടൽ കളിപ്പിച്ചെങ്കിലും, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെരുപ്പിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കി കളിപ്പിച്ചെങ്കിലും, പക്ഷെ നമ്മൾ ചെരുപ്പെടുത്ത ഗൈസ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു നമ്മുടെ മിഷൻ. അപ്പോൾ ഇത്രേ ഉള്ളൂ, ബൈ.